നാളെ പെസഹ വ്യാഴാഴ്ച എല്ലാവരും കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പെസഹായെക്കുറിച്ചാട്ടോ. പെസഹ എന്താണെന്നുള്ളത് നമുക്ക് ബൈബിളിലൂടെ ഒന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിൽ പെസഹ എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ശക്തമായ കരത്താൽ രക്ഷിച്ചു കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അതായത് ആ മോചിപ്പിച്ചു കൊണ്ടുവന്ന ദിവസം തന്നെ പെസഹ ആചരിക്കണമെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ്. അതായത് വിമോചനത്തിൽ നിന്ന് മോചനത്തിലേക്കുള്ള സദ്വാർത്തയായിട്ടാണ് പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുന്നത്. ഈ എന്താ പറയുക, കഠിനമായ പരീക്ഷണങ്ങൾക്കും യാതനകൾക്കും വേദനകൾക്കും ഒടുവിൽ ഈശോ ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശമാണ്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണ് ഇസ്രായേൽ ജനതയ്ക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തത്. ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ പെസഹ എന്ന് പറയുന്നത്, പെസഹായെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രധാന അന്ത്യത്താഴം എന്നൊരു ഭാഗം, അതായത് പെസഹ എന്നുള്ളത് അവിടെ അന്ത്യത്താഴം എന്നുള്ളൊരു ഭാഗം കൂടെ വരുന്നുണ്ട്. അതായത് ഒരു ഐക്യത്തിൻ്റെ, ഒരു പങ്കുവയ്ക്കലിൻ്റെ, ഒരു വിടവാങ്ങലിൻ്റെ എല്ലാം ഒരു പ്രതീകമായിട്ടാണ് അവിടെ പെസഹ നമ്മൾ കാണുന്നത്. അവിടെ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. എന്താണ്? അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുവിൻ. അപ്പോൾ ഈശോയുടെ ശരീരരക്തങ്ങളാണ് അന്ത്യത്താഴ വേളയിൽ ഈശോ നമുക്കായി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതായത് അത്രയും ഭക്തിയോടെ വേണം നമ്മൾ ഈ ഒരു പെസഹ വ്യാഴാഴ്ചയിലെ അപ്പം മുറിക്കലും നമ്മൾ ആ ഒരു ഭക്തിയോടെ വേണം നമ്മൾ കൊണ്ടാടുവാനായിട്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പെസഹായിൽ ഈശോ തരുന്ന ഒരു മാതൃക ഉണ്ട്. നമ്മൾ എന്താ പറയുക, തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ പോലും ആ ഒരു അന്ത്യത്താഴ വേളയിൽ, അതായത് കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തി എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, എൻ്റെ കൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ ആരോ അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഈശോ ഒരു സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ പെസഹായാണ് ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പഴയ മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള കടന്നുപോകലായിരിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും പെസഹ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു ദൈവത്തിനായി ഒരു പുതിയ മനുഷ്യനായി നമ്മൾ ജനിച്ച് അവിടെ ഒരു സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ പെസഹാ ദിനം നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാണിച്ച മാതൃക എന്താണ്? ഈശോയെ വേദനിപ്പിക്കാൻ പോകുന്നവരെ പോലും സ്നേഹിച്ച ഒരു മാതൃക, ഒറ്റുകൊടുക്കുന്നവനെ പോലും ചേർത്ത് നിർത്തിയ ഒരു മാതൃക ഈ അന്ത്യത്താഴ വേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെ ചേർത്ത് നിർത്താൻ നമുക്കും കഴിയട്ടെ എന്ന് ഈ പെസഹ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതുവഴി കുടുംബത്തിൽ ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അപ്പം മുറിക്കൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഓരോ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തിൽ ഏറ്റവും ഭക്തിയാദരങ്ങളോടെ നമുക്കും പങ്കുചേരാം. അപ്പോൾ ഇതൊക്കെയാണ് പെസഹ മെസ്സേജസായിട്ട് എന്നെ തന്ന കൊച്ചു കൊച്ചു ആശയങ്ങൾ. അപ്പോൾ നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും ബൈ.